മലയാളത്തിൻ്റെ സാഹിത്യനായകൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മലയാറ്റൂർ ഓർമ്മകളുടെ ആൽബം എന്ന സീരീസിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. മലയാറ്റൂർ സാറിനെ പോലെ ചിത്രകലയിലും ചലച്ചിത്ര രംഗത്തും സജീവമായിരുന്ന പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ ശ്രീ അമ്പിളി അദ്ദേഹത്തിൻ്റെ മലയാറ്റൂർ ഓർമ്മകളുടെ ആൽബം തുറക്കുകയാണ്. മലയാറ്റൂർ എന്ന സ്ഥലപ്പേരിനോടുകൂടി ഒരു സാഹിത്യകാരൻ മലയാളികളുടെ മനസ്സിൽ കൂടുകൂട്ടുന്നത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. തകഴി ശിവശങ്കരപിള്ള തകഴി എന്ന പേരിലും, പെരുമ്പടം ശ്രീധരൻ പെരുമ്പടം എന്ന പേരിലും, പൊൻകുന്ന വർക്കി പൊൻകുന്ന പേരിലും, KC വടുതല എന്ന പേരിലും, ഇങ്ങനെ ഒരുപാട് പേര് സ്ഥലപ്പേരോട് കൂടി ചേർത്തിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും മലയാറ്റൂരിനെ കുറിച്ച് പറയാം. മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് അധികം പറയാറില്ല. തകഴി എന്ന് പറയുന്ന പോലെ തന്നെ മലയാറ്റൂർ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നതും കൂടുതൽ നമുക്ക് അറിയുന്നതും അങ്ങനെയാണ്. ഞാൻ മലയാറ്റൂരിനെ ആദ്യമായിട്ട് കാണുന്നത് 1975-ലാണ്. പ്രശസ്ത നാടക ട്രൂപ്പായ KPSCയുടെ ജൂബിലി വർഷം കായംകുളത്ത് ഒരാഴ്ചയോളം നീണ്ടുനിന്നിരുന്ന കലാപരിപാടികളിൽ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു. ആ സംഗീത പരിപാടിക്ക് ഈവനിങ്ങിൽ കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിൻ്റെ, അതായത് KPSCയുടെ ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് റോഡിന് പടിഞ്ഞാറ് വശമായിരുന്നു അന്നൊരു നമ്മുടെ ഓല ടാക്കീസുമാര്, തിയേറ്റർ ഇതിൻ്റെ അതുമാതിരി സിനിമ ടാക്കീസുമാര് ഒരു വലിയ ഹാള് ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിരുന്നു. അപ്പം അതിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ, നമ്മുടെ പ്രേംജി, നമ്മുടെ ഭരത് പ്രേംജി, അതുപോലെ തന്നെ കലാമണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഇന്ദുചൂടൻ, ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ദാസേട്ടൻ്റെ കച്ചേരി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റായി കാണും. ആ സമയത്ത് സ്റ്റേജിൻ്റെ ഇടതുവശത്ത് കൂടി നമ്മുടെ പ്രശസ്തനായ സിനിമാ സംവിധായകൻ രാമു കാര്യാട്ട്, വയലാർ രാമവർമ്മ, മലയാറ്റൂർ കൂടി ഇങ്ങനെ ഒരു സൈഡിൽ കൂടി വരുന്നു. ഈ സമയത്ത് തോപ്പിൽ വാസി പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് അവരെ സ്വീകരിച്ചിങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ഇരുത്തുന്നു. അവിടേക്ക് വയലാർ സ്റ്റേജിൻ്റെ ഇതിലേക്ക് കയറി യേശുദാസിൻ്റെ അടുത്ത് പോയി ഇരുന്നു. ആ പ്രോഗ്രാം കഴിയുന്നവരെ, യേശുദാസിൻ്റെ കച്ചേരി കഴിയുന്നവരെ രാമു കാര്യാട്ടും മലയാറ്റൂരും എല്ലാം ഈ കച്ചേരി കേട്ട് അവിടെ ഇരുന്നിരുന്നു. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നത് ആ ഒരു ദിവസത്തെ അവരുടെ ആ വരവാണ്. കാരണം പ്രശസ്തരായിട്ടുള്ള രാമു കാര്യാട്ടൊക്കെ അന്നൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള, കാരണം വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ 66-ലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തെ ഒരു ഗ്യാപ്പ്, കാരണം നെല്ലൊക്കെ റിലീസ് ചെയ്തതിന് ശേഷമാണത്. അതാണ് എൻ്റെ ഒരു മലയാറ്റൂരിനെ എൻ്റെ ഓർമ്മകളിലുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് അതാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ ഇദ്ദേഹത്തിനെ നേരിൽ പരിചയപ്പെടുന്നത് പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ 84-ലാണ് അതായത് എൻ്റെ സ്വന്തം ശാരിക എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ആലുവയിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് മോഹൻരാജ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം നാടക നടനാണ്. ചെമ്മീന് ശേഷം രാമു കാര്യാട്ട് എടുത്ത അടുത്ത ചിത്രമായിരുന്നു 7 രാത്രികൾ. അതൊരു കാലടി കോഴിയുടെ നാടകമായിരുന്നത്. അപ്പോൾ ആ കാലടി കോഴിയുടെ പെരുമ്പാവൂർ നാടകശാലയിലെ ഒരു അഭിനേതാവായിരുന്നു ഈ മോഹൻരാജ്. അപ്പോൾ ഞാൻ കാലടി ഈ പെരുമ്പാവൂർ നാടകശാലയിലൊക്കെ ഞാൻ അവരുടെ സെറ്റ് വർക്ക്, രംഗപടം
മേക്കപ്പ് ഇത്യാദി കരികളൊക്കെ കലകളൊക്കെ കൊണ്ടു നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ മോഹനേട്ടനാണ് എന്നെ, മോഹനേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മലയാറ്റൂർ. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടത് ഇങ്ങനെ മലയാറ്റൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാറ്റൂരിൻ്റെ എൻ്റെ മനസ്സിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് നമ്മുടെ സിനിമാ ഭാഷ പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ മാതിരി മനസ്സ് പോയത് ഈ കായംകുളത്തെ KPC പരിപാടിയിലേക്കാണ് മനസ്സ് പോയത്. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ലുങ്കി കൊടുത്ത് ഷർട്ടൊന്നും ഇട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കട്ടിൽമിരിക്കുകയാണ് പുള്ളി. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ചെന്നു, എന്നെ പരിചയപ്പെടുത്തി, ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ 60കളുടെ തുടക്കത്തിലാണ് യക്ഷി എന്ന് പറയുന്ന നോവൽ ഇറങ്ങുന്നത്. 60കളുടെ തുടക്കത്തിലാണ്, 60കളിലാണ്. പക്ഷെ 66ലാണ് ആ സിനിമ, നോവൽ സിനിമയാവുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നല്ല, കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ തിയേറ്റർ എന്ന് പറയുന്നത് തൃശ്ശൂരിലെ മാതാ തിയേറ്ററാണ്. അന്നത്തെ എൻ്റെ പേര് മാറ്റി ബിന്ദു എന്ന് പറഞ്ഞ ചെറിയ തിയേറ്ററാണത്. ഇന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ കേരളത്തിലെ തിയേറ്ററുകളുടെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തിയേറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അന്ന് വലിയ തിയേറ്ററാണത്. അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൃശ്ശൂർ ടൗണിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടോ, അതായത് ഏത് തിയേറ്ററിൽ മാതിൽ കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ള കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾ വലിയ ആരാധനയോട് കാണുന്നൊരു കാലഘട്ടം. അപ്പോൾ യക്ഷി റിലീസ് ചെയ്ത് അവിടെയാണ്. അപ്പോൾ ആ സിനിമ എനിക്ക് എൻ്റെ സ്കൂൾ പഠന കാലത്ത് എനിക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചൊരു സിനിമയാണ് യക്ഷി എന്ന് പറയുന്നത്. KS സേതുമാൻ സാറിൻ്റെ, ഞാൻ സേതുവേട്ടൻ വിളിക്കാം, അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു. സത്യനും ശാരദയും. അതേപോലെ തന്നെ അതിനകത്ത് നമ്മൾ എന്നും ഓർക്കുന്നത് അതിലെ ഗാനങ്ങളാണ്. വിളിച്ചു വിളി കേട്ടു എന്ന് പറയുന്ന സുശീലാമ്മ പാടിയ പാട്ട്, ദേവരാം മാഷ് വയലാർ കൂട്ടുകെട്ടിൻ്റെയാണ് പാട്ട്. പിന്നെ ഒരു അനശ്വര ഗാനം അതിലുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും അർത്ഥസമ്പൂർണതയുള്ള ആലാപനം കൊണ്ടും രചന കൊണ്ടും സംഗീതം കൊണ്ടും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഗാനം സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ. അത് ദാസേട്ടൻ പാടുന്നുണ്ട്, P. ലീലും കൂടി പാടുന്നുണ്ട് ആ പാട്ട്. ഇതൊക്കെ മനസ്സിൽ എനിക്ക് ഒരു ചലച്ചിത്രത്തിൻ്റെ മേലെ ഇങ്ങനെ ഈ മലയാറ്റൂരിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. ഞാൻ വളരെ ആരാധനയോടുകൂടി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയ്ക്ക് അപ്പുറം ഉള്ളിലൊരു ഭയം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മനുഷ്യൻ. കാരണം അദ്ദേഹം വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ IAS ഉദ്യോഗസ്ഥനാണ്, പ്രശസ്തനായ എഴുത്തുകാരനാണ്, മജിസ്ട്രേറ്റാണ്, ചിത്രകാരനാണ്, കാർട്ടൂണിസ്റ്റാണ്. അങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. അപ്പം ഞാൻ എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പരിചയപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അതൊക്കെ വലിയ അതിശയകരമായ കാര്യമാണ്, ഒരു അത്ഭുതമാണ് അതൊക്കെ. അതാണ് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇത് അന്ന് ഈ രാഷ്ട്രീയക്കാരന്മാർ കൂടെ പോകുമ്പോൾ മന്ത്രിമാരൊക്കെ ഫോട്ടോഗ്രാഫർമാരെ കൊണ്ടുപോകുന്ന മാതിരി അന്ന് ഫോട്ടോ ഒന്നും എടുത്തില്ല. അന്ന് ഒരുമിച്ചുള്ളൊരു ഫോട്ടോ പോലും ഇല്ല. പിന്നെ അതിന് ശേഷം ഞാനത് ഇങ്ങനെ അദ്ദേഹം എന്നെ കണ്ടുമുട്ടിയപ്പോൾ എനിക്കൊരു 3-4 ഫോട്ടോസ് എന്നെ അദ്ദേഹം ഏൽപ്പിച്ചു. അതും അന്നും മോഹനേട്ടനും കൂടി ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഈ മോഹനേട്ടൻ്റെ കൂടെ തൃശ്ശൂർ അല്ലെങ്കിൽ ആലുവ, എറണാകുളം ഭാഗത്തുണ്ടെങ്കിലൊക്കെ മോഹനേട്ടൻ ഒരു സഹചാരിയാണ്. മലയാറ്റൂരിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് പുള്ളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു സിനിമയുടെ കാര്യത്തെക്കുറിച്ച് മലയാറ്റൂരോട് പറഞ്ഞിട്ടാവാം. എന്തായാലും അദ്ദേഹം പെട്ടി തുറന്നൊരു 4 ഫോട്ടോസ് എടുത്ത് എനിക്ക് തന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ജുബ്ബയൊക്കെ ഇട്ട് ഒരു സ്വർണ്ണമാല, മണിമാല കഴുത്തിലൊക്കെ ഇട്ടുള്ള ഒരു ഫോട്ടോ, ഒരു 3-4 പോസുകളുടെ ഫോട്ടോ. പറഞ്ഞത് എൻ്റെ ഒരു ബന്ധു, ഒരു പയ്യനാണ്. ആളിങ്ങനെ മിമിക്രിയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നന്നായിട്ടിങ്ങനെ ചെയ്യും. സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ട്, അയാൾ എന്നെ ഏൽപ്പിച്ച ഫോട്ടോ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ മോഹൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ അമ്പിളിയെ കാണും അത് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ഫോട്ടോ അദ്ദേഹം കയ്യിൽ വെച്ചത്. അങ്ങനെ ഞാൻ ഫോട്ടോ വാങ്ങിച്ച് നോക്കിയപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സിനിമയിൽ അഭിനയിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആകാര സൗഷ്ഠവം എന്നുള്ളൊരു ഫിഗറായില്ല അന്ന് ഞാൻ നോക്കുമ്പോൾ. ഒരു സ്ത്രൈണഭാവത്തിലുള്ളൊരു ഫോട്ടോ ആണ് ഈ ചെറുപ്പക്കാരൻ്റെ. അവിടുത്തെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയ നടനായി. ജയറാം എന്ന് പറയുന്ന നടനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. എന്തായാലും മലയാറ്റൂരിൻ്റെ സർവീസ് സ്റ്റോറി വായിക്കുമ്പോഴാണ് ഞാൻ സത്യത്തിൽ മലയാറ്റൂരിൻ്റെ
ആ, ഗവൺമെൻറ് സർവീസിലിരുന്ന കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ, അതിനേക്കാൾ അപ്പുറം വ്യക്തി ജീവിതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ഭരണാധികാരികളും സഹപ്രവർത്തകരും മറ്റ് ഉദ്യോഗസ്ഥകളായിട്ടുള്ളവരായിട്ടുള്ള ആ കാലഘട്ടമൊക്കെ ശരിക്കും ഒരു ചിത്രത്തിൽ എന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് അത് വായിച്ചപ്പോഴാണ്. അതൊരു ആത്മകഥാപരമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ വായിക്കുന്ന, അത് ലാഘവത്തോടെ വായിക്കാവുന്ന ഒരു പുസ്തകമല്ല സർവീസ് സ്റ്റോറി. എങ്കിൽ പോലും ഒട്ടും മുഷിപ്പില്ലാതെ വായിക്കാവുന്ന, അടുത്തത് എന്താണ്, അടുത്ത അധ്യായം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കൃതിയാണ്. പിന്നെ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ നാട്ടിൽ ഒരു ശ്രീനാരായണ വായനശാലയുണ്ട്. അപ്പോൾ എല്ലാ വായനക്കാരുടെയും പോലെ ഈ ഡിക്റ്റേറ്റ് നോവലാണല്ലോ ആദ്യം വായിക്കുക. അങ്ങനെ നമ്മൾ ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുളയും കാര്യങ്ങളൊക്കെ വായിച്ച് പതുക്കെ ഞാൻ കഥകളിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പോലെ ആ കാലഘട്ടത്തിൽ മുട്ടത്ത് വർക്കിയുടെയും PI ഇന്നത്തിൻ്റെയും ഒക്കെ പുസ്തകങ്ങളിലൂടെ പോയിട്ടാണ് പിന്നെ MT-യിലേക്കും തകഴിയിലേക്കും കേശവദേവിലേക്കൊക്കെ ഉറുവിലേക്കൊക്കെ ഇറങ്ങി വരുന്നത്. എന്നാലും ശരി, അന്നെടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ വേരുകൾ. വളരെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കഥയാണ് അതിൻ്റെ. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മൾ പിന്നിട്ട് പോയ വഴികളിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വീണ്ടും നമ്മൾ വളർന്ന തറവാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക്, അത് നമ്മൾക്ക് മനസ്സുകൊണ്ടെങ്കിലും ഒരു തിരിച്ചുപോക്ക്, വേറെ നഗരത്തിൻ്റെ എവിടെയെങ്കിലും നമ്മൾ ജീവിതം മാറ്റി പോയൊരു താമസത്തിൻ്റെ ജീവിതം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ നമ്മൾ ജനിച്ചു വളർന്ന ഗ്രാമം, അതിലേക്കൊരു തിരിച്ചുപോക്ക്, അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗൃഹാതുരത്വം വേരുകൾക്കുണ്ട്. അത് ഞാൻ ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അഷ്ടപതിക്ക് പെരുമുളക് ഇതിൻ്റെ അഷ്ടപതി ഞാൻ സിനിമ ചെയ്താലാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായ 1-2 സബ്ജക്റ്റുകളിൽ ഒന്നുണ്ട്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഉറൂബിൻ്റെ സുന്ദരന്മാരും സുന്ദരികളും, അതുപോലെ MT-യുടെ അതേപോലെ തന്നെ നാലുകെട്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത് വേരുകൾ എന്ന മലയാറ്റൂരിൻ്റെ അതിപ്രശസ്തമായ നോവൽ സിനിമയാക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇടയ്ക്കൊക്കെ ഞാൻ മനസ്സിലാക്കി കൊണ്ടുവരുന്ന സമയത്താണ് ദൂരദർശൻ അത് ഒരു സീരിയൽ രൂപത്തിൽ അത് ചെയ്തത്. അപ്പം ഞാനത് കണ്ടിരുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും പിന്നെ അത് സീരിയലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സിനിമയാക്കുന്നതിൽ താല്പര്യം അതിൽ നിന്ന് മനസ്സിൽ നിന്ന് പോയി അതായിട്ട്. അല്ലെങ്കിൽ ഞാൻ അഷ്ടപതിക്ക് ശേഷം മനസ്സുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് നടത്തിയ ഒരു സബ്ജക്റ്റായിരുന്നു മലയാറ്റൂരിൻ്റെ വേരുകൾ ആയിട്ട്. ഇനി ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വിനയലാൽ എന്ന് പറയുന്ന ഡിസൈനറാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾക്ക് കവറുകൾ വരച്ച MT-യുടെ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ഗ്രന്ഥമൂഴടക്കം വാരണാസി വനാപ്രസ്തൊക്കെ അദ്ദേഹമാണ് പുസ്തകത്തിന് കവർ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അടുത്ത ഫ്രണ്ടാണ് PR ശ്രീകുമാർ എന്ന് പറയുന്ന ഇതിൻ്റെ, അതായത് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്, പെരുമ്പൂടാണ് പ്രസിഡന്റ്. അപ്പോൾ ശ്രീകുമാർ സാറായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മലയാറ്റൂരിൻ്റെ ഒരു സ്മരണ നടത്തിക്കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു 3 വർഷമായിട്ട് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം എന്നോട് പങ്കെടുക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ ഞാനത് വിനയനായിട്ട് ഇങ്ങനെ അദ്ദേഹം പറയുന്ന സമയത്ത് മലയാറ്റൂരിലേക്ക് എൻ്റെ സബ്ജക്റ്റുകൾ ഇങ്ങനെ സംസാരം അങ്ങനെ കടന്നു വന്നപ്പോൾ പുള്ളി പറഞ്ഞു, വിനയം പറഞ്ഞു, അത് വേരുകൾ അതിൻ്റെ പുതിയ പ്രിൻ്റ് ഇറങ്ങിയപ്പോൾ അത് വിനയനാണ് ആ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ ചെയ്തത് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്തായാലും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 60s ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളുടെ, അതായത് നോവലുകളുടെ ആ കഥയുടെ സണികയിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ആ ഒരു മൊത്തത്തിൽ നമ്മൾ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം, പുസ്തകങ്ങൾ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാലഘട്ടമായിരുന്നു, സാഹിത്യത്തിൻ്റെ ഒരു പുഷ്കലകാലമായിരുന്നു 60s എന്ന് പറയുന്നത്. അതിൽ ആ ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ഈ തകഴിയുടെയും അതേപോലെ തന്നെ കേശവദേവിൻ്റെയും പൊൻകുന്ന വർക്കിയുടെയും MT-യുടെ ഒക്കെ മലയാറ്റൂരിൻ്റെ അടക്കം നല്ല രചനകൾ അന്നാണ് പുറത്തു വരുന്നത്. ഇപ്പം ചെയ്തിൽ വേരുകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇതാണ്. ഇപ്പം തകഴിയുടെ ചെമ്മീനൊക്കെ ഇറങ്ങിയതാണ്. കാരണം അങ്ങനെ സാഹിത്യത്തിൻ്റെ ഒരു നല്ല മേച്ചിൽപ്പുറങ്ങളുടെ ഒക്കെ വായനക്കാരൻ്റെ മനസ്സ് സഞ്ചരിക്കുന്ന ഒരു വസന്തത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഈ 60s എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അതിൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത്, മനസ്സുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്,
ആ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നില്ലേ ഈ മലയാള സിനിമയിലെ സാഹിത്യത്തിലേക്ക് സാഹിത്യം സിനിമയിലേക്കും ഇങ്ങനെ അങ്ങോട്ട് പരസ്പരം കുടിയേറിയത്, പരസ്പര പൂരകമായിട്ട് ഒന്ന് ചേർന്നൊരു കാലഘട്ടം അതായിരുന്നു. കാരണം ചെമ്മീനും അതേപോലെ തന്നെ ഈ രണ്ടടങ്ങയും ഇപ്പം 50കളിലാണ് നീലക്കുയിലും ഒക്കെ ഇറങ്ങുന്നതാണ്. എന്നാലും ചെമ്മീൻ തുടങ്ങി അവിടെ നിന്ന് സാഹിത്യകൃതികൾ ഇപ്പോൾ ഈ ഓടയിൽ നിന്ന് യക്ഷിയും അതേപോലെ തന്നെ നമ്മുടെ തകയുടെ തന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ, അയ്യനത്തിൻ്റെ വാഴ്വ്യമായം, പുനർജന്മം, അങ്ങനെ ഒരുപാട് സാഹിത്യ പ്രത്യേകിച്ച് അതിൽ കെ സുകുമാരൻ എന്ന് പറയുന്ന സിനിമാ സംവിധായകനെ നമ്മൾ കാലത്തോട്ട് നമസ്കരിക്കണം. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ സാഹിത്യ രചനകളെ ഇത്രയും സിനിമയിൽ അടുപ്പിച്ചൊരു സംവിധായകൻ മലയാള സിനിമയിൽ കെ സുകുമാരനെ പോലെ നമുക്ക് പറഞ്ഞു വെക്കാൻ വേറെ ആരുമില്ല. ഇപ്പം രാമുകാരിയേട്ടനെ മറന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. രാമുകാരിയേട്ടൻ ഇതേപോലെ തന്നെ ചെമ്മീനും അതേപോലെ തന്നെ മൂടുപടവും മുടിയനായ പുത്രനും മിന്നാമിനുങ്ങും ഒക്കെ, അതുപോലെ KSK തളിക്കുളത്തിൻ്റെ അമ്പുവിൻ്റെ ആട്ടുംകുട്ടിയും ഒക്കെ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ ഈ ഏറ്റവും നല്ല ആ ഒരു കാലഘട്ടം എന്ന് ഞാൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ സാഹിത്യ ഇതിൽ നല്ല രചനകളെ, നല്ല കഥകളെ വായിക്കുകയും അത് സിനിമയാക്കണമെന്ന് മോഹിച്ചു വന്നിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. TK പരീക്കുട്ടിയും RS ബാബുവും മഞ്ജനാസിൻ്റെ MO ജോസഫും. ഇപ്പോൾ ഈ MO ജോസഫിൻ്റെ നവയുഗ പിക്ചേഴ്സിൽ നിന്ന് വേറിപ്പിരിഞ്ഞിട്ട് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയതാണ് MO ജോസഫ് മഞ്ജനാസ്. മഞ്ജനാസിൻ്റെ ആദ്യ ചിത്രമാണ് യക്ഷി. കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റ് ആ കാലഘട്ടത്തിൽ ഇത്രയും എടുക്കാനായി ആ സബ്ജക്റ്റ് ജനങ്ങൾ ഉൾക്കൊള്ളൂ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൽപ്പിത കഥയാന്നൊക്കെ പറയാതെ, അത് ഏത് തരത്തിലാണ് അന്ന് മലയാള സിനിമയിലെ ഓഡിയൻസ് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തൻ്റെ പൂർവ്വം ആ പ്രൊഡ്യൂസർ ആ സിനിമ എടുക്കാനായിട്ട് രംഗത്ത് വരുന്നത്. അത് അതിമനോഹരമായി അത് സിനിമയാക്കുകയും ചെയ്തു. ഒരു പക്ഷേ മലയാറ്റൂർ എന്ന് പറയുന്ന കഥാകൃത്തിനെ ജനം, മലയാളികൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും യക്ഷി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വലിയ പങ്ക് ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഒട്ടും മടിയില്ല. ഞാൻ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക്, ഒരു സിനിമ പ്രവർത്തനം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇത് പറയുന്നത്. ഇത് ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഞാനൊരു വായനക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ വളരെ സത്യസന്ധമായ ഒരു മറുപടിയാണ് ഇത്. സാഹിത്യം അത് സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ മെച്ചവും, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുമ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, സിനിമയ്ക്ക് വേണ്ടി, അതിൽ സിനിമയിലെ നടീനടന്മാർക്ക് വേണ്ടി, നമ്മൾ ഇവിടുത്തെ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി ഒരു കഥ പടച്ചുണ്ടാക്കുമ്പോഴാണ് സിനിമയിലെ അസ്തിത്വം, അല്ലെങ്കിൽ സിനിമയിലെ അതിൻ്റെ രക്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ജീവോയ എന്ന് പറയുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവിടെയാണ് നമ്മൾ MT വാസുദേവൻ നായരൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. MT എന്ന് പറയുന്ന ആ ചലച്ചിത്രകാരന്, MT വാസുദേവൻ നായർ നിന്ന് MTയിലേക്ക് ആ രണ്ടക്ഷരത്തിലേക്ക്, അല്ലെങ്കിൽ MT എന്ന് പറയുന്ന 2 ഇംഗ്ലീഷ് അക്ഷരത്തിലേക്ക് ചുരുക്കുമ്പോൾ MT വളരെ വിസ്തൃതമായ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്ന് ജനങ്ങളിലേക്ക് ഇത്രയും പ്രിയങ്കരനായ ഒരു സാഹിത്യകാരനായി മാറിയതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഒരു തിരക്കഥാകൃത്ത് എന്നതിൻ്റെ ഒരു മേരവിലാസം കൊണ്ടുകൂടിയാണെന്ന കാലത്തിൽ അത് പറയാൻ എനിക്ക് ഒട്ടും മടിയില്ല. അത് സത്യമായൊരു കാര്യമാണ്. MT ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർക്കുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷം MTയുടെ പുസ്തകങ്ങൾ പോലും വായിക്കാത്തവർ MT എന്ന് പറയുന്ന പേര് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം മലയാള സിനിമ തന്നെയാണ്. മലയാള സിനിമയിലെ MTയുടെ തിരക്കഥകളാണ്. ഈ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ മലയാറ്റൂരും ആ ഒരു പാതയിൽ കൂടി സഞ്ചരിച്ച ഒരാളാണ്. മലയാറ്റൂരിൻ്റെ യക്ഷി തുടങ്ങി, അതുപോലെ ഗായത്രി, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൊന്നി, പഞ്ചമി, അത് തുടങ്ങി ഒരുപാട് അദ്ദേഹത്തിൻ്റെ മലയാറ്റൂർ സിനിമകളുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യക്ഷി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഗായത്രി. PN മേനോനാണ് ആ പടം ഉണ്ടായിരുന്നത്. നമ്മൾ അതിമനോഹരമായ സിനിമയാണ്. അതുപോലെ തന്നെ മലയാറ്റൂരിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാറ്റൂരോട് ചോദിച്ചു കഴിഞ്ഞാൽ മലയാറ്റൂർ ഉള്ളിൽ തട്ടി പറയുന്നത് ഒരിക്കൽ വള്ളത്തോളിൻ്റെ കുമാരനച്ഛൻ്റെ ചങ്ങമ്മയുടെ പേരൊന്നും പറയില്ല. മലയാറ്റൂരിനോട് ചോദിച്ചാൽ മലയാറ്റൂർ പറയുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട കവി എന്ന് പറഞ്ഞാൽ വയലാർ രാമവർമ്മയെ പറയൂ. ആ വയലാർ രാമവർമ്മ മലയാറ്റൂരിൻ്റെ 1-2 പടങ്ങൾ വെച്ച് ബാക്കി എല്ലാ പടങ്ങൾക്കും പാട്ട് എഴുതിയെന്ന് പറഞ്ഞ് നമുക്ക് കൊച്ചാക്കാൻ പറ്റില്ല. കവിത എഴുതിയത് വയലാർ രാമവർമ്മയാണ്. മലയാറ്റൂരിൻ്റെ 1-2 പടങ്ങൾക്ക്
യൂസഫ് അലി കേച്ചേരിയും ഭാസ്കർ മാഷും പാട്ട് എഴുതിയിട്ടുണ്ട്. ആകെ ഒരു പടത്തിന് ഭാസ്കർ മാഷ് മലയാറ്റൂരിൻ്റെ പടത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടുള്ളൂ. അതുപോലെ യൂസഫ് അലി കേച്ചേരിയും ഒരു പാട്ടിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളൂ. ഞാൻ ഇനി പറയുകയാണെങ്കിൽ മലയാറ്റൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഏറെ പറയാനുണ്ട്. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞാൽ തീരില്ല. വലിയ 10, 300, 500 പേജുള്ള ഒരു പുസ്തകത്തിൽ എഴുതിയാലും തീരില്ല. എങ്കിലും മലയാറ്റൂർ എന്നെ സംബന്ധിച്ചിടത്തോളം MTയെ പോലെ, തകഴിയെ പോലെ, കേശവദേനെ പോലെ, ഉറൂബിനെ പോലെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അതേപോലെ തന്നെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത, നല്ല സിനിമകളെ സംഭാവന ചെയ്ത വലിയൊരു തിരക്കഥാകൃത്താണ്. നല്ല മലയാളത്തിൽ അന്ന് OV വിജയനോ അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ് യേശുദാസിനൊപ്പം തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ് ശങ്കരനോടൊപ്പം തന്നെ നിൽക്കുന്ന, കുട്ടിയെപ്പോലെ നിൽക്കുന്ന നല്ലൊരു കാർട്ടൂണിസ്റ്റ് അദ്ദേഹമാണ്. നല്ല ഭരണാധികാരിയാണ്. സ്നേഹസമ്പന്നനായ ഒരു വലിയ മനുഷ്യത്വമുള്ള ഒരു പച്ചയായ മനുഷ്യനുമാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന മലയാറ്റൂർ.